നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഞാൻ മാലതി വാര്യർ. എൻ്റെ ഫോൺ നമ്പർ 4944744334. ഞാൻ ഫോൺ നമ്പർ വെറുതെ ഒന്ന് പറയുന്നു മാത്രമേ. കഥകളതിസാഗരം എന്ന എൻ്റെ ചാനൽ ഞാൻ ദിവസവും ഒരു കഥ പറയും. അതാണ് എൻ്റെ ഈ ചാനലിൻ്റെ ഒരു പ്രത്യേകത. ഇതുവരെ ഞാൻ 605 വീഡിയോ സംപ്രേഷണം ചെയ്തു. ഇന്ന് മുതൽ ഞാൻ മറ്റൊരു വിഭാഗത്തിലേക്ക് പോവുകയാണ്. പറയുന്നത് കഥകൾ തന്നെ. നമ്മൾ കേട്ടിട്ടുണ്ടാവും ബുദ്ധമതത്തെ പറ്റിയിട്ട്, അല്ലേ? ബുദ്ധമതം എന്ന് പറഞ്ഞാൽ ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, ശരണം ഗച്ഛാമി എന്നൊക്കെ ആണ് അതിൻ്റെ ഒരു ഇത്. ബുദ്ധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി. ഒന്നുകൂടെ ഉണ്ട്, ഞാൻ ഓർക്കുമ്പോൾ പറയാതെ. ഈ ധർമ്മം പ്രചരിപ്പിക്കുക, അഷ്ടാംഗമാർഗങ്ങൾ ഉപയോഗിച്ച് ആചരിച്ച് ജീവിക്കുക, ധർമ്മം പ്രചരിപ്പിക്കുക, അതാണ് ബുദ്ധമതത്തിൻ്റെ ഒരു പ്രത്യേകത. ആ ബുദ്ധമത ഗ്രന്ഥത്തിൻ്റെ മതഗ്രന്ഥം, അതായത് ഇപ്പോൾ ക്രിസ്തു മതത്തിൻ്റെ ആണെങ്കിൽ ബൈബിള്, അതുപോലെ ഇസ്ലാം മതത്തിൻ്റെ ആണെങ്കിൽ ഖുറാൻ, എന്നതുപോലെ ഹിന്ദു മതത്തിനാണെങ്കിൽ വേദങ്ങൾ, അതുപോലെ ബുദ്ധമതത്തിൻ്റെ മതഗ്രന്ഥമാണ് ത്രിപീഠിക എന്ന് പറയുന്ന മതഗ്രന്ഥമുണ്ടെങ്കിലും വളരെ സ്വാധീനം ചെലുത്തുന്ന മറ്റൊന്നാണ്. ഏകദേശം 2000 വർഷത്തോളം കാലം ബുദ്ധമതത്തിലെ ജാതക കഥകൾ എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് ചെവി കൂർപ്പിച്ചിരുന്നു നമ്മുടെ നാട്ടിൻപുറത്തെ കുട്ടികളൊക്കെ കേട്ടിരുന്നു. ധർമ്മബോധം ഉള്ളിൽ വരുത്തുന്ന കഥകളാണ് ജാതക കഥകൾ. ഞാൻ ഇന്നു മുതൽക്ക് ജാതക കഥകളാണ് പറയുന്നത്. അപ്പോൾ ബുദ്ധൻ്റെ ശിഷ്യന്മാരായിട്ട് ബോധിസത്വന്മാർ അവതരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ബോധിസത്വന്മാർ പലരുമുണ്ട്. ഒരു ബോധിസത്വൻ കാശിയിലെ പുണ്യ നഗരമാണ് കേട്ടോ കാശി. കേട്ടിട്ടുണ്ടല്ലോ, കാശിയിൽ പോയി ഗംഗാനദിയിൽ കുളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ പുണ്യ നഗരമായിട്ടാണ് കാശിയെ കരുതുന്നത്. ആ കാശി നഗരത്തിൽ ബ്രഹ്മദത്തൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ഒരു വ്യവസായ പ്രമുഖൻ്റെ വീട്ടിൽ ബോധിസത്വൻ അവതാരമായിട്ട് ജനിച്ചു. ബോധിസത്വൻ എന്ന് പറയുന്നത് ബുദ്ധൻ്റെ ഒരു അനുയായിയായിട്ടാണ് കരുതുക. എല്ലാവരും വളരെ ആദരവോടെ, അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ വളരെ അമൃതമൊഴിക്കുന്നതാണ്. ധാർമ്മിക ബോധം വളർത്തുന്ന വിധത്തിലാണ് ബോധിസത്വന്മാർ ജീവിക്കുക. അവർക്ക് തന്നെത്താനെ പല വേഷങ്ങൾ മാറാൻ സാധിക്കും. വാനരനായി മാറാം, മയിലായി മാറാം, പരാക്രമിയായ സിംഹമായി മാറാം, വലിയ കൊമ്പനാനയായി മാറാം. ഇതിനൊക്കെ സ്വയം മാറാൻ, ശരീരം കൊണ്ട് മാറാൻ, മറ്റ് ജീവികളാകാനൊക്കെ കഴിവുള്ളവർ കൂടിയാണ് ഈ ബോധിസത്വന്മാർ. ഞാനിപ്പോൾ ഇന്ന് പറയുന്നത് ഈ കഥ, അതായത് വനപുഷ്പങ്ങളും ശർക്കരപ്പാവും, അതാണ് ഇന്നത്തെ കഥയുടെ പേര്. വനപുഷ്പങ്ങളും ശർക്കരപ്പാവും. എന്താണ് ഇത്? ഈ കഥ അല്പം വലുതാണ്. ഒറ്റ എപ്പിസോഡിൽ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത്. കഴിയുമായിരിക്കും, 1/2 മണിക്കൂറൊക്കെ വേണമായിരിക്കും. പക്ഷെ അത്രയൊന്നും കഥ കേൾക്കാൻ നമുക്ക് താല്പര്യമില്ലല്ലോ. അതുകൊണ്ട് 10 മിനിറ്റിൽ 12 മിനിറ്റിൽ ഒതുങ്ങുന്ന കഥകളാക്കി 3 ഭാഗങ്ങളായിട്ടാണ് ഞാൻ ഈ കഥകൾ, ഈ വനപുഷ്പങ്ങളും ശർക്കരപ്പാവും എന്നുള്ള കഥ പറയാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലെ ബോധിസത്വൻ കാശിയിലെ ബ്രഹ്മദത്തൻ എന്ന രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ഒരു വ്യവസായിയുടെ വണിപ്രമുഖൻ എന്നാണ് പറയുന്നത്, കച്ചവട പ്രമാണിയുടെ വീട്ടിലാണ് ബോധിസത്വൻ അവതാരമെടുത്തത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നല്ല കുട്ടിക്കാലം തൊട്ടേ തന്നെ, അദ്ദേഹത്തിൻ്റെ മകനായിട്ട് കുട്ടിക്കാലം തൊട്ടേ തന്നെ വളരെ സമർത്ഥനായിരുന്നു, ബുദ്ധിശക്തിയുള്ള കുട്ടിയായിരുന്നു. അതേസമയം തന്നെ മനസ്സിൽ മറ്റുള്ളവരോട് അൻപ്, കരുണ, ദയവ് അങ്ങനെയൊക്കെയുള്ള വികാരങ്ങളുണ്ടായിരുന്നു. കൂട്ടുകാരോടൊക്കെ വളരെ ആത്മാർത്ഥമായ സ്നേഹമുള്ളതായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ ബോധിസത്വൻ ചില പ്രവചനങ്ങളൊക്കെ നടത്താൻ തുടങ്ങി. അതായത് അദ്ദേഹം പ്രകൃതിയുടെ പാഠം ശ്രദ്ധിച്ച് പഠിക്കുമായിരുന്നു.
അതായത് ഒരു കാക്ക കരയുന്ന കേട്ടാൽ ആ കാക്ക എന്തിനാണ് കരയുന്നത്? തൻ്റെ ഇണയെ വിളിക്കുകയാണോ, ഭക്ഷണം ആവശ്യപ്പെടുകയാണോ, തൻ്റെ കുഞ്ഞുങ്ങളെ വിളിക്കുകയാണോ, അതോ എന്തെങ്കിലും അപകടത്തെപ്പറ്റി മുന്നറിയിപ്പ് നൽകുകയാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബോധിസത്വന് അറിയാമായിരുന്നു. അതുപോലെ കാറ്റ്, ചില സമയത്ത് പക്ഷികളുടെ ചലനം ഒക്കെ കണ്ട് അദ്ദേഹം എന്താ വലിയ കാറ്റ് വരുന്നു അല്ലെങ്കിൽ മഴ വരുന്നു ഇങ്ങനെയൊക്കെ പ്രവചിക്കാറുണ്ട്. അതുപോലെ ധാരാളം പശുക്കളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിന്. അപ്പോൾ പശുക്കളെ മേയ്ക്കാനും ആളുകളെ മേയ്ക്കാനും ഒക്കെ ആയിട്ട് ബോധിസത്വം കാണാറുണ്ട്. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ പ്രവചിച്ചു. അതായത് ഇദ്ദേഹത്തെ കൊച്ചു സംഘത്തലവൻ എന്നാണ് വിളിക്കാറ് കേട്ടോ. സ്നേഹാദരം കൊണ്ട് ഈ ബോധിസത്വനെ വിളിക്കുന്നത് ചെറിയ സംഘത്തലവൻ എന്ന ആദരവോട് കൂടിയിട്ട് എല്ലാവരും വിളിക്കുമായിരുന്നു. അദ്ദേഹം ഒരു ദിവസം പശുത്തൊഴുത്തിൽ നിൽക്കുകയായിരുന്നു. പശുത്തൊഴുത്തിൽ നിൽക്കുമ്പോൾ പശുക്കൾ ചില ഭാവഭാവാദികൾക്ക് മാറ്റം, അതായത് ചില പശുക്കൾ അമറാൻ തുടങ്ങി, ചിലവ തൻ്റെ കുഞ്ഞുങ്ങളെ തേടി അടുത്ത്, കുഞ്ഞുങ്ങളെ വളരെ ചേർത്ത് പിടിക്കാനായിട്ട് അടുത്തേക്ക് അടുപ്പിച്ചു തുടങ്ങി. മറ്റു ചില അസ്വസ്ഥത കൊണ്ട് വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. ഒരു മുന്നറിയിപ്പ്. അതായത് ഇത് കണ്ടപ്പോൾ ബോധിസത്വന് മനസ്സിലായി ഭൂമികുലുക്കം വരാൻ പോണ്ട്. ഈ പശുക്കളുടെ ചേഷ്ടകളിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലായി ഭൂമികുലുക്കം വരാൻ പോകുന്നു. അദ്ദേഹം വേഗം പുറത്തേക്ക് ഓടി തെരുവിലൂടെയൊക്കെ ഇങ്ങനെ അടുത്തുള്ളവരോടൊക്കെ പറഞ്ഞു, സൂക്ഷിച്ചോളൂ, ഭൂമികുലുക്കം വരാൻ പോകണ്ട കേട്ടോ. അയൽപ്പക്കത്തൊക്കെ പറഞ്ഞു. തെരുവിലൂടെ ഓട്ടി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, എല്ലാവരും ശ്രദ്ധിച്ചോളൂ, അവരവരുടെ കുട്ടികളെയും ആടുമാടുകളെയും ഒക്കെ ശ്രദ്ധിച്ചോളൂ, ഭൂമികുലുക്കം വരാൻ പോകുന്നു, ഭൂമികുലുക്കം വരാൻ പോകുന്നു. ഇത് കേട്ടപ്പോൾ ആൾക്കാർക്ക് ഈ സംഘത്തലവന്, ചെറിയ സംഘത്തലവന് എന്ത് പറ്റിയെന്ന്, എന്താ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് കിടക്കണേ, ഒരു ഇതുമില്ലാതെ കണ്ട് വല്ലതും മഴ പെയ്യണമെന്നും കാറ്റ് വീശണമെന്നും ഒക്കെ പറയുന്നു, അല്ലെങ്കിൽ നാളെ നല്ല ചൂടാണ്, അന്തരീക്ഷത്തിന് നല്ല ചൂടായിരിക്കും എന്നൊക്കെ ചിലപ്പോൾ അദ്ദേഹം പറയാറുണ്ട്. അതുപോലെ നാളെ മഞ്ഞ് പെയ്യും ഇവിടെ എന്നൊക്കെ പറയും. ഇതതുപോലെയാണ്, ഭൂമികുലുക്കം വരണോ അത്ര. ചുമ്മാ വെറുതെ. അദ്ദേഹത്തിന് എന്തറിയാം, കുട്ടിയല്ലേ ചെറിയ സംഘത്തലവൻ, ചെറിയ യുവാവായിട്ടേ ഉള്ളൂ, അധികം പ്രായമൊന്നുമില്ല. ഒരുപാട് വയസ്സായിട്ടുള്ളവരൊക്കെയാണ് പ്രവചിക്കണമെന്ന് വെച്ചാൽ അതിൽ പിന്നെ ഒരു കാര്യം ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് ചെറിയ സംഘത്തലവൻ, അതിന് മാത്രം പ്രായമൊന്നും ആയില്ലല്ലോ, എന്താ ഈ പറയണേന്നിങ്ങനെ സംശയിച്ചു. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിൻ്റെ 3-ാമത്തെ ദിവസം പെട്ടെന്ന് അന്തരീക്ഷത്തിനൊരു മാറ്റം. മാത്രമല്ല ഭൂമിക്ക് അടിയിൽ നിന്ന് വെടിപെട്ടണ പോലെയുള്ള ശബ്ദങ്ങൾ. ഈ ശബ്ദങ്ങളൊക്കെ കേട്ടു എന്ന് മാത്രമല്ല, പെട്ടെന്ന് ഇടിമിന്നൽ, മഴ വരാൻ പോകുന്നത് പോലെ മഴക്കാർ വെച്ചു, മഴ പെയ്യാൻ തുടങ്ങി. അതോടൊപ്പം ഈ ഇടി മുഴങ്ങുന്നത് പോലുള്ള ശബ്ദം, ആകാശത്ത് നിന്ന് ഇടി മുഴങ്ങുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷേ ഭൂമിക്കടിയിൽ നിന്ന് കൂടി വന്നു. ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ഭൂമി അങ്ങ് വീണ്ടും പൊളിഞ്ഞു വീടാർന്നു, ഒരു വലിയ മത്തങ്ങ അങ്ങോട്ട് ഇട്ടാൽ താഴ്ന്നു പോകും. ആ ഭാഗത്തിനുള്ള വിടവുകൾ തങ്ങളുടെ ആ പരിസരത്തുള്ള പല ഭൂമികളിലും ഒന്നും ഉണ്ടായി. അപ്പോൾ ആൾക്കാർക്ക് ബോധ്യം വന്നു, അയ്യോ ഇതെന്തത്, ബോധിസത്വൻ പറഞ്ഞത് ശരിയാണല്ലോ, ചെറിയ സംഘത്തലവന് എന്തൊക്കെയോ വിവരങ്ങളുണ്ട്, അദ്ദേഹം പറഞ്ഞത് സത്യമായല്ലോ. തങ്ങളുടെ ആടുമാടുകളെയൊക്കെ പിടിച്ച് തൊഴുത്തുകളിൽ സൂക്ഷിച്ചു, ഇവിടെ ഭൂമിയിൽ മഴ പെയ്തു, തുടർച്ചയായിട്ട് കുറച്ച് ദിവസം മഴ പെയ്തു. ആ സമയത്ത് അവയ്ക്ക് പല പല ബുദ്ധിമുട്ടുകളും ജനങ്ങൾക്ക് വന്നു. എന്നിരുന്നാലും ചെറിയ സംഘത്തലവിനെ ആളുകൾ കൂടുതൽ ആദരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളിൽ കാമ്പുണ്ട്, അദ്ദേഹം പറയുന്നതൊക്കെ സത്യമായിട്ട് വരുന്നു. അതുകൊണ്ട് കൂടുതൽ ബഹുമാനത്തോടു കൂടി ജനങ്ങൾ ചെറിയ സംഘത്തലവനെ കാണാൻ തുടങ്ങി. അപ്പോൾ അമ്മ ഒരു ദിവസം ചോദിച്ചു, അടുത്ത് വന്നിട്ടപ്പോൾ ഈ ഭൂമികുലുക്കൊക്കെ കഴിഞ്ഞു, ഭൂമി ശാന്തമായി, ജനങ്ങൾക്ക് ഉണ്ടായ കഷ്ടനഷ്ടങ്ങളൊക്കെ അവർ നികത്താനായിട്ട് തുടങ്ങി. കൃഷിഭൂമി നശിച്ചു, വലിയ വലിയ വൻമരങ്ങളൊക്കെ കടപുഴകി വീണു, അതുപോലെ പല നാശനഷ്ടങ്ങളുമൊക്കെ ഉണ്ടത്. അത് എന്തൊരു ദിവ്യശക്തിയുണ്ട് ഈ ബോധിസത്വം എന്നങ്ങ് ജനങ്ങൾ ഉറപ്പിച്ച് വിശ്വസിച്ചു കിട്ടും. അപ്പോൾ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ അമ്മ ചോദിച്ചു, മകനെ
നീ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കണം? എങ്ങനെ നിനക്കിതൊക്കെ അറിയാൻ പറ്റണം? നീ പറയണതൊക്കെ ശരിയായിട്ടാണല്ലോ വരണേ. അപ്പോൾ പറഞ്ഞു, ബോധിസത്വൻ പറഞ്ഞു, സംഘത്തലവൻ പറഞ്ഞു, പശുക്കൾ അസ്വസ്ഥരാകുമ്പോൾ കയറ് പൊട്ടിക്കാൻ, കെട്ടിയിട്ട കയറ് പൊട്ടിച്ച് ഓടാനായിട്ട് ശ്രമിക്കും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. പശുക്കൾക്ക് എന്തോ അസ്വസ്ഥത വരാൻ പോകുന്ന വിപത്തിനെ പറ്റിയിട്ട് ഒരു മുൻകൂർ അറിയാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് അവ അസ്വസ്ഥമാകുന്നത്. അതുപോലെ പ്രകൃതിക്ഷോഭം വരാൻ പോകുമ്പോൾ പക്ഷികളൊക്കെ കൂട്ടം കൂട്ടമായിട്ട് ഒച്ച വെച്ചുകൊണ്ട് പറക്കും. അപ്പോൾ അറിയാം വലിയ കൊടുങ്കാറ്റ് വരാൻ പോകും. അവയുടെ കുഞ്ഞുങ്ങളൊക്കെ കൂട്ടിലായിരിക്കുന്നത്. അവ വേഗം തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോകും. തീപിടുത്തം, വനത്തിൽ തീ, കാട്ടുതീ വരാൻ പോകുമ്പോഴൊക്കെ അവർക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞു. പ്രകൃതിയെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിച്ചാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആന്യഭാഷയിൽ മൃഗങ്ങൾ സംസാരിക്കുന്നുണ്ട്, നമുക്കത് അറിയാത്തത് കൊണ്ടാണ്. മൃഗങ്ങളുടെ ഭാഷ അറിയുന്നവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ ഒന്നാമത്തെ ദിവസം, അതായത് ഇന്നത്തെ കഥ, ഈ കഥ, അതായത് വനപുഷ്പങ്ങളും ശർക്കരപ്പാവും എന്നുള്ള ഈ കഥയുടെ ഒന്നാം ഭാഗം ഞാൻ ഇന്നിവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ രണ്ടാം ഭാഗം തൊട്ടടുത്ത ദിവസം നാളെ തന്നെ വരും. അപ്പോൾ ഇതുവരെ കഥ ഓർത്തോളും. ശർക്കരപ്പാവും വനപുഷ്പങ്ങളും ശർക്കരപ്പാവും. നമ്മൾ പറയുന്നത് ഇപ്പോൾ ജാതക കഥകളാണ്. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, എൻ്റെ കഥകൾ കേൾക്കൂ. കഥകൾ അതിസാഗരം, എൻ്റെ ചാനൽ കഥകൾ അതിസാഗരം. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ.